എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായാൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ അജയ് സത്യദാസിന് വാക്കു കൊടുക്കുവാണ്. അഭിരാമിയെയും അമ്മയും എത്രയും പെട്ടെന്ന് താൻ കണ്ടെത്തിയിരിക്കും എന്ന് വാക്ക് കൊടുക്കുന്നതിന് ശേഷം അജയ് അതിനുള്ള അന്വേഷണത്തിലാണ്. ചെറുപ്പകാലത്തിൽ അഭിരാമിയെ അമ്മ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ അജയ് ആണെങ്കിൽ പ്രിന്റ് ചെയ്ത് 22 വർഷക്കാലമായിട്ട് കാണാനില്ല. ഇവരെ തിരിച്ചറിയുന്നവ അയക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സ്റ്റേഷൻ പരിധിയിലും എല്ലായിടത്തും ഈ ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. ഫോട്ടോ ഇടയ്ക്ക് ഭൂമി കാണുന്നുണ്ട്. ഭൂമി ഒന്ന് ആലോചിക്കുകയാണ്, ഈ ഫോട്ടോ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഇതെന്റെ ചെറുപ്പം കാലം പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നവ. ഈ സമയം തന്നെ അച്യുതൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കുവാണ്. ഭവാനി എങ്ങനെയെങ്കിലും തന്റെ മകൾ അഭിരാമിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ വകവരുത്തും. ദയമായി ഭവാനി സംസാരിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ തന്നെ അച്യുതന്റെ എല്ലാ രോഗങ്ങളും മറന്നുകൊണ്ട് അച്യുതൻ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നുണ്ട്. ആകെ ടെൻഷൻ അടിച്ച് വല്ലാണ്ട് വിഷമിച്ച് നടക്കുന്ന അച്യുതനാണ് എന്നെ കാണുന്നത്. ഇങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഈ പോസ്റ്റർ അച്യുതൻ കാണാനിടയായി. എന്റെ ഭൂമിയുടെ ഫോട്ടോ ആരാ ഇവിടെ ഒട്ടിച്ചത്? അച്യുതൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചോദിക്കുമ്പോൾ അത് ഭൂമിയല്ലെന്നും ഇത് CI സാറിന്റെ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് ഇവിടത്തെ കോൺസ്റ്റബിൾ അച്യുതനോട് പറയുന്നുണ്ട്. ഭൂമി അതേസമയം തന്നെ താൻ ആ കുടുംബത്തിലുള്ള കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇതിനു മുന്നേ തന്നെ അച്യുതൻ കാര്യം അജയോട് പറയുന്നുണ്ട്. അച്യുതൻ അജയോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭവാനിയുടെ കയ്യിൽ നിന്നും തന്റെ മകളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ അജയോട് അച്യുതൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അച്യുതൻ പറയുന്നത് കേട്ട് അജയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഭൂമിയാണ് തന്റെ മുറപ്പെണ്ണ് അച്യുതൻ അജയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ അജയ്ക്ക് വലിയ സന്തോഷമാണ്. തന്റെ വലിയച്ഛന് കൊടുത്ത വാക്ക് എനിക്ക് നിറവേറ്റാൻ പറ്റുമല്ലോ എന്ന് കരുതി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ അജയ് ഈ ഭൂമിയുടെ വീട്ടിലൊക്കെ പോകുന്നു. കുറച്ച് ഗുണ്ടകള് നമ്മുടെ ഭൂമിയെ നിരന്തരമായി ഉപദ്രവിക്കുന്നു. ഇത് കാരണം നമ്മുടെ അച്യുതൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അജയ് ആണെങ്കിൽ ആ വീട്ടിലേക്ക് അന്വേഷണത്തിന് പോകുന്നു. ആ സമയം തന്നെ നമ്മുടെ ഭൂമിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ ഫോട്ടോ കണ്ടിട്ട് അച്യുതനോട് തിരക്കുന്നുണ്ട് ഭൂമിനെ പറ്റി. അങ്ങനെയാണ് നമ്മുടെ അച്യുതൻ വിവരങ്ങളെല്ലാം തന്നെ അജയോട് പറയുന്നത്. അതേസമയം തന്നെ അത് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഭൂമിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒട്ടിച്ചിരിക്കും. അപ്പോൾ ഈ ഫോട്ടോയും തന്റെ മുറപ്പെണ്ണിന്റെ ഫോട്ടോയും ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കി അജയ് പിന്നെ വലിയൊരു കണ്ടെത്തുവാണ്. ഭൂമിജയാണ് അവരുടെ വീട്ടിലെ കുട്ടിയെന്ന് അജയ് കണ്ടുപിടിക്കുന്നുണ്ട്. അജയ് വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ആൽബം അജയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അജയ് ആ ആൽബം മറിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഭൂമിജയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന അഭിരാമിയുടെ ഫോട്ടോയും ഈ ആൽബത്തിലെ ഫോട്ടോയും ഒന്നാണല്ലോ എന്ന് അജയ് ഒന്ന് ചിന്തിച്ചു. അതേസമയം തന്നെ അജയ് ഭൂമിയോട് ചോദിക്കുവാണ്, ഇതാരാ? അതേസമയം തന്നെ ഭൂമി പറയുവാണ്, ഇത് സാറ് കണ്ടില്ലേ, അച്ഛൻ എന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അജയ് പറയുവാണ്, ഭൂമിയുടെ വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഇതിലും ചെറുപ്പത്തിലെ ഫോട്ടോ ഒന്നും ഇല്ല. പ്രായം മുതലുള്ള ഫോട്ടോയെ എന്റെ കയ്യിലുള്ളൂ. ആ ഫോട്ടോ അത്ഭുതത്തോടെ തന്നെ അജയ് നോക്കുന്നുണ്ട്. എന്നിട്ട് തിരികെ ആ ആൽബം അവിടെ ഇരുന്നിടത്ത് തന്നെ വെക്കുന്നുണ്ട്. ഭൂമി അറിയാതെ തന്നെ അതിലൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ അജയ് പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അജയ് വീട്ടിലേക്ക് എത്തിയിട്ട് സത്യദാസിനെ ഈ ഫോട്ടോ കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയിട്ട് അജയ് സത്യദാസിനോട് സംസാരിക്കുന്നുണ്ട്. വലിയച്ഛ, എനിക്കൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുണ്ട്. അച്യുതനും കുടുംബവും ഈ നാട്ടുകാരല്ല. ഭൂമിക്ക് ഒരു 3 വയസ്സുള്ളപ്പോഴാണ് അവർ ഈ നാട്ടിലേക്ക് എത്തിയത്. അച്യുതൻ നേരത്തെ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. പിന്നെ വലിയച്ഛനൊരു കാര്യം കണ്ടാല് ഞെട്ടിപ്പോകും. കയ്യിലുള്ള ഫോട്ടോ എടുത്ത് സത്യദാസിനെ കാണിക്കുന്നുണ്ട്. ഈ സമയം തന്നെ സത്യദാസ് പറയുവാണ്, ഇത് എന്റെ മകൾ അഭിരാമിയല്ലേ? ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അച്യുതന്റെ കയ്യിലിരിക്കുന്നത് അഭിരാമിയാണ്. പക്ഷെ ഇപ്പോ ഇത് ഭൂമിയാണെന്ന് സംശയമുണ്ട്. ഇത് ഭൂമിയുടെ ഫോട്ടോ തന്നെയാണ്. സമയത്ത് സത്യദാസ് ചോദിക്കുവാണ്, അപ്പോ ഭൂമി എന്റെ മകൾ അഭിരാമിയാണോ? സമയത്ത് അജയ് പറയുവാണ്, സംശയിക്കണം. അച്യുതൻ ആ നാട് വിട്ടിട്ട് ഇവിടേക്ക് വന്ന് താമസിക്കുന്നത് എന്തോ കാര്യത്തിന് വേണ്ടിയായിരിക്കുമല്ലോ. എന്തോ ഭയന്നിട്ടായിരിക്കണം. എന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഭൂമിജ തന്റെ മകളാണെന്ന് പറഞ്ഞ സത്യദാസിന് വിഷമം അടക്കാൻ കഴിഞ്ഞില്ല. ഭൂമിജ എന്റെ സ്വന്തം മകളാണ്.
ഞാൻ ഇത്ര വർഷമായിട്ട് കാത്തിരിക്കുന്നു എൻ്റെ മകളെ കിട്ടാനായിട്ട്. എനിക്ക് ആ മകളെ തൊട്ടടുത്ത് നിന്ന് കാണാനും കഴിഞ്ഞല്ലോ. നമ്മുടെ സ്വന്തം അഭിരാമി തന്നെയാണ്. സത്യദാസിന് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഭൂമിജ സത്യദാസിന്റെ സ്വന്തം മകൾ അഭിരാമി തന്നെയാണെന്നുള്ള സത്യം അവർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.